ഫ്രണ്ട്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടത് ഒരു ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോ നമ്മൾ കണ്ടു ഗൂഗിൾ അനലിറ്റിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ മെയിനായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഗൂഗിൾ അനലിറ്റിക്സിലെ റിപ്പോർട്ട് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലേ, ഇത് ഗൂഗിൾ അനലിറ്റിക്സിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുന്ന ഒരു പേജാണ്, ഹോം പേജ് എന്ന് പറയും. അതിൻ്റെ ഡാഷ്ബോർഡാണത്. ഓക്കെ, അപ്പോൾ ഈ ഹോം ഡാഷ്ബോർഡിൽ മെയിനായിട്ടുള്ള ഡീപ്പായിട്ടുള്ള റിസൾട്ട് ഇല്ല, ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. യൂസേഴ്സ് എത്ര ഉണ്ട്, എത്ര ഉണ്ടോ, ഇതുണ്ട് ഇവിടെ കാണാം. യൂസേഴ്സ്, സെഷൻസ്, ബൗൺസ് റേറ്റ്. അപ്പോൾ എത്ര യൂസേഴ്സ് ഉണ്ട്, സെഷൻസ് എത്ര ഉണ്ട്. ഇതെന്ന് വെച്ചാൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ 1K എന്ന് വെച്ചാൽ 1000, ഓൾമോസ്റ്റ് 1000. അത് എന്നത്തെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് 7 days. ഇവിടെ കണ്ടോ, ലാസ്റ്റ് 7 days. ഇത് നമുക്ക് ഡേറ്റ് മാറ്റി കൊടുക്കാം. ടുഡേ ആക്കാം, യെസ്റ്റർഡേ ആക്കാം, ലാസ്റ്റ് 7 day ആക്കാം, ലാസ്റ്റ് 28 ആക്കാം, അല്ലെ കസ്റ്റം ഡേറ്റ് റേഞ്ച് കൊടുക്കാം. എങ്ങനെ കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ഇത് പിന്നെ ആക്റ്റീവ് യൂസേഴ്സ് റൈറ്റ് നൗ, ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് എത്ര പേരുണ്ടെന്നത് 4 പേര്. അങ്ങനെയുള്ള പല പല കാര്യം. പിന്നെ ട്രാഫിക് ഡീറ്റെയിൽസ്, സോഴ്സ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, പെയ്ഡ് ട്രാഫിക് വഴിയാണോ അതോ പെയ്ഡ് ക്യാമ്പയിൻ വഴിയാണോ അതോ സെർച്ച് എഞ്ചിൻ സെർച്ച് ചെയ്തിട്ട് വരുന്നതാണോ അല്ല ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണോ, സോഷ്യൽ മീഡിയ വഴിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. റിയൽ ടൈം വെച്ചാൽ അതന്നെ റിയൽ ആയിട്ട് റൈറ്റ് നൗ നമുക്ക് എത്ര പേര് നമ്മുടെ സൈറ്റിലുണ്ടെന്നുള്ള കാണാൻ പറ്റും. ഓക്കെ, പിന്നുള്ള ഓഡിയൻസ് ക്ലിക്ക് ചെയ്താലും നമ്മുടെ സൈറ്റിലുള്ള ഓഡിയൻസിനെ പറ്റിയുള്ള ഇപ്പോഴുള്ളതല്ല, ഇപ്പം നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്ത് ഒരു ലാസ്റ്റ് 7 days, May 27 to June 2, ലാസ്റ്റ് 7 days ഓഡിയൻസിന്റെ ഡീറ്റെയിൽസ്. എത്ര യൂസേഴ്സ് വന്നു, എത്ര ന്യൂ യൂസേഴ്സ് ഉണ്ട്, അതിൽ എത്ര സെഷൻസ് ഉണ്ടായിരുന്നു. സെഷൻസ് ഒക്കെ എന്താ, ഒരു നമ്മുടെ വെബ്സൈറ്റിയുടെ ഒരു യൂസർ എത്ര നേരം എൻഗേജ് ചെയ്യുന്നുള്ള ഞാൻ സെഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എത്ര പേജുകൾ പോയി കണ്ടെന്നുണ്ട്, മനസ്സിലായി, എത്ര പേജസ് കണ്ടു, ബൗൺസ് റേറ്റ് എത്ര, പേജസ് പെർ സെഷൻ എത്ര, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നുള്ളത് പിന്നെ താഴെ അക്വിസിഷൻ ഉണ്ട്. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാഫിക്കിന്റെ ഓരോ ഡീറ്റെയിൽസ് ഉണ്ട്. എത്ര ഡിസ്പ്ലേ കണ്ടു, ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് വഴി എത്ര വന്നു, ഓർഗാനിക് സെർച്ച് വഴി എത്ര വന്നു, പെയ്ഡ് സെർച്ച് വഴി എത്ര വന്നു, അങ്ങനെ കുറെ ഡീറ്റെയിൽസ്. അങ്ങനെ താഴെ ബിഹേവിയർ ഉണ്ട്, കൺവേർഷൻസ് ഉണ്ട്, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല ഏത് ഡാറ്റ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പോയി നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കസ്റ്റമൈസ്ഡ് ഡാഷ്ബോർഡ് വേണമെങ്കിൽ ഇവിടെ കസ്റ്റമൈസേഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ഡാഷ്ബോർഡ്, അതായത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ രീതിയിലുള്ള ഡാഷ്ബോർഡ് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ വളരെയധികം സൗകര്യങ്ങളുള്ള ഒരു ഇതാണ് ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഈ ടൂൾ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് വെബ്സൈറ്റ് ഒക്കെ മാനേജ് ചെയ്യുമ്പോൾ, വെബ്സൈറ്റിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇതൊരു നോളജ് ഉണ്ടായിരുന്നത് വളരെ നല്ലതായിരിക്കും. ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും വെബ്സൈറ്റിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഉപയോഗപ്രദമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം വീഡിയോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാൻ നമുക്ക് അറിയാൻ പറ്റും, അതിന് മറുപടി തരാനും പറ്റും. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നവർക്ക് വേണേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെല്ലൈക്കൺ വരുമ്പോൾ അതേ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാകത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.